പ്രത്യേകിച്ച് മമ്മൂക്ക ഇപ്പം കുറച്ച് കാലമായിട്ട് നമുക്കറിയാം പിന്നെയും പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്ന ഒരുപാട് മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. പൃഥ്വിരാജ് ചെയ്യാനിരുന്ന വേഷമായിരുന്നു ഇപ്പൊ വിനായകൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ആദ്യം പൃഥ്വിയിലോട്ട് പോയി എന്നേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് അവർക്ക് ആ സ്റ്റാർഡത്തിന്റെ മേൽ കിട്ടുന്നുള്ള പ്രിവിലേജിനൊക്കെ അപ്പുറത്ത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ സ്വയം പുതുക്കാനും പുതിയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ത്വര അവർക്ക് ഇപ്പോഴും ഉണ്ട്. അത് അദ്ദേഹം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഒരു ദാരികവധം പോലത്തെ ഒരു സംഭവത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഒബ്വിയസ്ലി ഇത് അദ്ദേഹം ആണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബോധം വരുമ്പോൾ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഇത് റീറേറ്റ് പരിപാടികൾ നടക്കും. സംഭവിച്ചു. പക്ഷെ അതൊക്കെ സിനിമയുടെ ഐക്കോണിക് മൊമെന്റ്സ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനത്തെ ചില സംഭവങ്ങൾ നമുക്കും സംഭവിച്ചിട്ടുണ്ട്. നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് ആ ഒരു സ്പെക്ട്രത്തിനിടെ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ്. ഈ സിനിമ നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് കളങ്കാവല് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മുടെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം എങ്ങനെ അതിന് വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. എനിക്ക് അതിനകത്ത് സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയ സബ്ജക്റ്റ് അല്ല ഇത്. OTT-ലൊക്കെ ഇറങ്ങിയിട്ടോ അല്ലാതെയൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്ന ചെറിയ സിനിമകൾ പോലും അദ്ദേഹം കാണാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നമ്മൾ പറയുന്ന സംഭവം സൈനറ്റ് മോഹന്റെ സംഭവമാണ്. അല്ല, ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുണ്ട്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഇന്ത്യ വിഷനിൽ ഒരു അന്വേഷണാത്മക എക്സ്പ്ലെയിനർ വീഡിയോ കാണുന്നു. അവിടെ നിന്ന് അങ്ങോട്ടൊരു സിനിമയ്ക്കുള്ള കഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ കുറുപ്പ് എന്ന സിനിമയുടെ എഴുത്തുകാരനാവുന്നു. ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമയായ കളങ്കാവലിൻ്റെ ഡയറക്ടറാവുന്നു. ജിതിൻ കെ ജോസിൻ്റെ ജീവിതരേഖ ഏറെക്കുറെയൊക്കെ ഇങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് എന്തുണ്ടെന്ന് ചോദിച്ചറിയാൻ അദ്ദേഹം തന്നെ ചേരുന്നു. ദ ക്ലോസ് ആൻഡ് പേഴ്സണൽ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം മൂവി വേൾഡ് മീഡിയയുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഈ മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഫോട്ടോ ഒരു രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതായത് മമ്മൂട്ടി കമ്പനിയുടെ ആ ക്യാപ്പ്, ഐക്കൺ വെച്ചിട്ടുള്ള ക്യാപ്പ് ശ്രീ മമ്മൂട്ടി തന്നെ ഇതിൻ്റെ തലയിൽ വെച്ച് തരുന്ന ഒരു ഫോട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു ഇവന്റാണ്. ആ ഫോട്ടോഗ്രാഫിന്റെ ആ ദിവസം മൊത്തം ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? അത് അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയോ പരിപാടിയോ ഒന്നും അല്ലായിരുന്നു. അത് നമ്മൾ നമുക്ക് ഇങ്ങനെ സെറ്റിലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ടെൻഷനും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സമയത്താണ് അന്ന് നിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ആ ഒരു മൊമെൻറ്റ്സിൽ ഇടയിലാണ് സംഭവിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യുന്നതും. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു സർറിയൽ ഇൻസിഡൻ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ കുറെ കൂടി ആ ഷൂട്ടിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചിന്തകളിൽ ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതൊരു തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരു കൈൻഡ് ഓഫ് പ്രൗഡും ഹാപ്പിനെസ്സും ഒക്കെ തന്ന ഒരു സാധനമായിരുന്നു. ഈ മമ്മൂക്ക എന്നുള്ള നടനെ ഇപ്പോൾ പല നടന്മാരും അവർ ഏതൊക്കെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ അത് പ്രിപ്പയർഡ് അല്ലാതെ സംഭവിച്ചതാണെന്ന് പറയും, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അത് വളരെ കോൺഷ്യസ് ആയി ചെയ്തതാണ് എന്നുള്ള രീതിയിലും സംസാരിക്കാറുണ്ട്. മമ്മൂക്ക രണ്ടാമത്തെ ഗണത്തിൽ പെടുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അദ്ദേഹം ഓരോ സിനിമയിലും എന്താണ് പുതിയത് ചെയ്തത് എന്നുള്ള അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യവും അല്ലെങ്കിൽ അത് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു കാരണവും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിറ്റ്ലർ എന്നുള്ള സിനിമയിൽ ഇടം കൈ കൊണ്ട് മാത്രമാണ് ഫൈറ്റ് സീക്വൻസുകൾ മൊത്തം ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ മഹായാനത്തിൽ ചെയ്തിട്ടുള്ള കൈ കൊണ്ടുള്ള വണ്ടിയെ ഇങ്ങനെ വിരൽ വെച്ച് തൊടുന്ന ഒരു സീക്വൻസ്, അത് അതുപോലെ തന്നെ പിന്നെ കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എഴുത്തുകാരനെ ഓർമ്മിപ്പിക്കുക. ചെയ്യുന്ന ഓരോ മാനറിസങ്ങളും അദ്ദേഹം ബോധപൂർവമാണ് ചെയ്യുന്നത്, കഥാപാത്രത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള എന്താ പറയുക, ഒരു പുഷ് ഉണ്ടല്ലോ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു പുഷ്, അത് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ജിതിനോട് സംസാരിക്കുമോ ഓരോ ഷോട്ടിന് മുമ്പും? പിന്നെ അങ്ങനെ സംസാരിക്കാറുണ്ട്. കാരണം ഈ പറയുന്ന നമ്മളിപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. മീൻസ് തൊട്ട് മുന്നേ ചെയ്ത സിനിമകളിൽ ഇതുപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില സംഗതികളെ പറ്റിയൊക്കെ. അപ്പോൾ ഈ സിനിമയിലും അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇത് കഥാപാത്രമെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഡയമെൻഷൻ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നതും പെർഫോം ചെയ്തതൊക്കെ. അപ്പം ഓരോ സീനിന് മുമ്പും നമ്മൾ കൃത്യമായിട്ടൊരു ഡിസ്കഷൻ പരിപാടി നടക്കുമായിരുന്നു എല്ലാ ദിവസവും. അന്നേരം അദ്ദേഹം ഒരുപാട് അഭിപ്രായങ്ങളും ഇങ്ങോട്ട് പങ്കുവയ്ക്കും, നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ചർച്ച എപ്പോഴും ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ സീൻ എങ്ങനെയാണ് നമ്മൾ
പിന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതായത് വിഷ്വൽ പാറ്റേൺ എങ്ങനെയായിരിക്കും, അതിൻ്റെ എഡിറ്റ് പാറ്റേണും സൗണ്ട് ഡിസൈനും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കുറച്ച് ഒരു കണക്ട് ചെയ്ത് വേറൊരു രീതിയിലാണ് ഇത് സ്ക്രീനിൽ പോകുന്നത്. അപ്പം ഇത് നെക്സ്റ്റ് സീൻസുമായിട്ട് എങ്ങനെയാണ് ഇത് മെർജ് ആവുന്നത്, ഇങ്ങനെയുള്ള ചർച്ചകൾ ഡീറ്റെയിൽ ആയിട്ട് നടത്തുമായിരുന്നു അവർ. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ്, അപ്പം പലപ്പോഴും നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു അഡീഷണൽ എക്സൈറ്റ്മെൻറ്റ് അവിടെ നിന്ന് വരുമായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലും നമുക്ക് കുറേ കൂടെ നമ്മളെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പിന്നെ ഇവല്യൂഷൻസ് പെർഫോമൻസിലും അതുപോലെയുള്ള ചില മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലൊക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്കിപ്പം പറയുന്നതിന് പരിമിതിയുണ്ട്, എന്നാലും അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്ന ഒരുപാട് മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. അത് ഫിലിം മേക്കിങ്ങിൽ ഭയങ്കര നമുക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന കുറേ മെമ്മറീസ് അങ്ങനെ വന്നിട്ടുണ്ട്. അത് അദ്ദേഹം ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഈ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഒരു 50% അല്ലേ എഴുത്തുകാരനും സംവിധായകനും ഉണ്ടാക്കാൻ പറ്റും, ബാക്കി 50% ഒരു ആക്ടറും കൂടി ചേരുമ്പോൾ ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണല്ലോ ഒരു ആക്ടറുടെ പെർഫോമൻസ് നന്നാവുക എന്ന് പറയുമ്പോൾ. അതായത് ഒരു ലൈറ്റ് വരെ ചിലപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു എഫേർട്ടിനെ പറ്റിയിട്ട് കൂടി നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതിൽ പലപ്പോഴും നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ ആവേശത്തോടു കൂടി ചോദിക്കുന്ന ചില സീനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഭീഷ്മപർവ്വതത്തിൽ ജാവോ എന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ സിഗരറ്റിന്റെ ആഷ് തട്ടിപ്പോകുന്നൊരു സീക്കുണ്ട്. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതങ്ങനെ സംഭവിച്ചു പോയതാണ്, അത് വീണ് കിട്ടുന്ന സൗന്ദര്യങ്ങളാണെന്നാണ് നമുക്ക് പറയുന്നത്. സമാനമായിട്ട് കളങ്കാവല്ലോ അങ്ങനെ വീണ് കിട്ടുന്ന സൗന്ദര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അത് സിനിമ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ ചില സിനിമകളെ പറ്റിയുള്ള ചില എക്സ്പ്ലനേഷൻസിലും അതേപോലെ ഞാൻ മുന്നേ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ചില ഇപ്പം എന്താ പറയുക, ജാങ്കോ അൺചെയിനിൽ പിന്നെ ഡിക്കാപ്രിയോടെ ആ ബ്ലീഡിങ് സാധനം, അതുപോലെ ജോക്കർ മറ്റേ പെൻസിലല്ല മറ്റേ റിമോട്ട് ഇങ്ങനെ അടിക്കുന്ന ഡാർക്ക് നൈറ്റിൽ, ഇതൊക്കെ ലൊക്കേഷനിൽ ആ മൊമെന്റിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്സ് ആയിട്ടാണ്. ഈ ഇടയ്ക്ക് തന്നെ ഷോഷാങ്ക് റിഡംഷനിലെ ഒരു ഷോട്ടും ഒരു മിസ്റ്റേക്കാണ്. ഐക്കോണിക് ആയിട്ടുള്ള ടോപ്പ് ആംഗിൾ ഷോട്ടിൽ മിസ്റ്റേക്കിന് സംഭവിച്ചു. പക്ഷെ അതൊക്കെ സിനിമയുടെ ഐക്കോണിക് മൊമെന്റ്സ് ആയിട്ട് മാറാറുണ്ട്. അങ്ങനത്തെ ചില സംഭവങ്ങൾ നമുക്കും സംഭവിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ആ ഗ്രാവിറ്റിയിൽ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതല്ല, സിമിലർ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നേ ഉള്ളൂ. അത് ഗ്രാവിറ്റി മേ ബി ഡിഫറെന്റ്. അത് എനിക്ക് തോന്നുന്നു എപ്പോഴും നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു സിനിമാറ്റിക് കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെപ്പോഴും ഒരു കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻപുട്സിനും നമ്മുടെ തോട്ട്സ് എപ്പോഴും മാറും. അതിനനുസരിച്ച് നമ്മുടെ ടോട്ടൽ സിനിമയെ പോസിറ്റീവായിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലെ ഒരു ബ്യൂട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസ്. ഇതിനകത്തൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സിനിമയിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇത്രയും നാളത്തെ നമ്മുടെ ഡിസൈനിങ്ങിലൊന്നും ഇല്ലാത്ത ഒരു സാധനം അഡീഷണലി സിനിമയെ എൻഹാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു കൈൻഡ് ഓഫ് ഹൈയും ഉണ്ട്. അത് ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിയാണെന്ന് ആണ് വിശ്വസിക്കുന്നത്. നോക്കൂ ജിതിൻ, നമ്മൾ ശ്രീ മമ്മൂട്ടിയെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷത്തോളം. അതായത് ഇപ്പം ഞാൻ ഇനിയും അദ്ദേഹത്തെ കാണാനുണ്ട്. എനിക്ക് അതിനെ പകുതിയൊക്കെ കുറച്ചുകൂടി പ്രായമായിട്ടുള്ളൂ. അപ്പം എനിക്കിനി അദ്ദേഹത്തെ കാണാനുണ്ട്. ജിതിൻ അതിനൊക്കെ കൂടുതൽ ചിലപ്പം മമ്മൂട്ടിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇരിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു മമ്മൂട്ടിയല്ല അദ്ദേഹം ചെയ്ത് കാണിക്കുക. അതായത് ഒരു സംവിധായകൻ എന്ന രീതിയിൽ നിങ്ങളുടെ ഇമാജിനേഷനേക്കാളും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യേണ്ടി വരും, എന്നാൽ പോലും വേറൊരു രീതിയിൽ അത് ചെയ്യുക. അപ്പൊ കിട്ടുന്നൊരു ക്രിയേറ്റീവ് ഹൈ ഉണ്ടല്ലോ, അത് അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും. അതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഇപ്പോൾ ഒബ്വിയസ്ലി ഇത് അദ്ദേഹം ആണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബോധം വരുമ്പോൾ തന്നെ നമ്മൾ ത്രൂ ഔട്ട് പിന്നെ റീറൈറ്റ് പരിപാടികൾ നടക്കും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ അദ്ദേഹം ആകുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന് നമ്മൾ മൈൻഡിൽ കണ്ടിട്ട് ഉള്ള എഴുത്തുകളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അപ്പം എനിക്ക് തോന്നിയത് കുറേ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒബ്വിയസ്ലി അദ്ദേഹം ചെയ്യുമ്പോൾ അതിനകത്തൊരു അഡീഷണൽ ലെയർ എന്തായാലും ആഡ് ആവും. അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഒരു. ഇപ്പം നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പം ഇത്രയും കഥകളോ എല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും പുതിയ സിനിമകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം അതങ്ങനത്തെ ഇങ്ങനെ നിലയ്ക്കാത്ത ഒരു പ്രവാഹം പോലെയാണല്ലോ. അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു അഭിനയത്തിൻ്റെ കാര്യം. എല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യാനുള്ളതെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും ഇവർ പ്രത്യേകിച്ച് മമ്മൂക്ക ഇപ്പം കുറച്ച് കാലമായിട്ട് നമുക്കറിയാം പിന്നെയും പുതിയ സാധനങ്ങൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തരുന്ന ഒരാളിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചില സംഗതികളുണ്ടല്ലോ, അതിൻ്റെ ഒരു വേറൊരു കൈൻഡ് ഓഫ് വേഷൻ നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ആയതുകൊണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലിയ നടന്മാരിൽ ഒരു ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സിനെ കൂടി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ
തിലകൻ സാറാണ് ഈ കത്തി താഴെയുള്ള എന്നുള്ള ഡയലോഗ് 3 വേരിയേഷനിൽ അദ്ദേഹമാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോഹിതദാസ് സാറിനോട് എന്തെഴുതുമെന്ന് അറിയാതിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഈ ഐഡിയ പിച്ച് ചെയ്യുന്നത്. സമാനമായിട്ട് ഇപ്പോൾ കാതലിന് ആ ഒരു ഇന്റർവൽ സീക്വൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം മാത്രം മതി അവർ തമ്മിലുള്ള ഇന്റിമസി കാണിക്കാൻ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വോക്ക് ചെയ്ത് നോക്കുന്നതും മറ്റൊരു രീതിയിൽ സീൻ എൻഹാൻസ് ചെയ്യില്ല എന്നുള്ള ഐഡിയ പിച്ച് ചെയ്യുന്നത് മമ്മൂട്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് കൊളാബറേഷൻസ് ഉണ്ടല്ലേ, ഈ സീനെ നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് കളങ്കാവല് കിട്ടിയിട്ടുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പം പിന്നെ നമുക്ക് ആ സീൻ വെച്ച് റെഫർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്താലേ അതെന്താണെന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു സീൻ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അദ്ദേഹം പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു സജഷൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ വേറൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓക്കെ അതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ അദ്ദേഹം വേറൊരു ഒരു അഡീഷണൽ പരിപാടിയും കൂടെ ഇട്ടായിരുന്നു. അത് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു എക്സൈറ്റ്മെന്റ് തന്നൊരു സാധനം. അതിപ്പം പിന്നെ ഇപ്പം സീൻ എന്താണെന്ന് പറയാതെ അതിനെ പറ്റത്തില്ല. അതിപ്പോൾ നമ്മൾ ഫൈനൽ ഔട്ടിൽ കാണുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ കിട്ടും എന്നുള്ളത് വേറൊരു സംഗതിയാണ്. പക്ഷെ നമ്മുടെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം എങ്ങനെ അതിന് വേറൊരു ഡയമെൻഷനിലോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. അത് ഫൈനൽ ഔട്ട് കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ പുറകിൽ നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയണമെന്നില്ല, അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതികളാണ്. ഈ വലിയ ആക്ടേഴ്സ്, ഈ ഫ്ലോഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് ഗംഭീര പെർഫോമൻസുകളുണ്ട്. പക്ഷേ ഇപ്പോൾ നോ കൺട്രി ഫോർ ഓൾഡ് മെൻ ഒക്കെ ക്ലാസിക് എക്സാമ്പിളാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഉയരങ്ങളിൽ ശ്രീ മോഹൻലാൽ ചെയ്തിട്ടുള്ള വേഷം, ഇപ്പോൾ മമ്മൂക്കയുടെ തന്നെ എത്രയോ വിധേയനുണ്ട്, നമുക്ക് അങ്ങനെ ഒരുപാട് വേഷപ്പകർച്ചകളുണ്ട്. പലപ്പോഴും ഇവരിലേക്ക് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ, അതായത് തെറ്റും ശരിയുടെ ഒരു സമ്മിശ്രിത രൂപമുള്ള കഥാപാത്ര നിർമ്മിതികൾ കിട്ടുമ്പോഴാണ് അവർ കുറച്ചും കൂടി കൈ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മരത്തിൻ്റെ ഒക്കെ ഒരു ആർക്കുണ്ടല്ലോ, അതിൽ ലാലേട്ടൻ ചെയ്തൊരു വിധം അത് പേഴ്സണലി വളരെ എക്സൈറ്റിങ്. ഇപ്പോൾ റോഷാക്കിന് അദ്ദേഹത്തിനുള്ള ഒരു ആർക്കുണ്ട്, ആത്മാവിനോട് പ്രതികാരം ചെയ്യുമ്പോൾ ഒരാൾ അനുഭവിക്കുന്ന ഒരു എസ്റ്റസി. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൂടി കിട്ടുമ്പോൾ അവരും വളരെ സന്തോഷവാന്മാരാണ്. സ്ഥിരം വാർപ്പ് മാതൃകകളല്ലാതെ കിട്ടുമ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടോ? അത് പിന്നെ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഉദാഹരണങ്ങളും ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കാൻ എനിക്ക് പരിമിതികളുണ്ട്. എന്നാലും ഇത് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പലതരം ഷെയ്ഡ്സ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പം ഒബ്വിയസ്ലി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇപ്പൊ ഇവരൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് പ്രൂവൺ ആയിട്ടുള്ള ആക്ടേഴ്സാണ്, അങ്ങനത്തെ റേഞ്ച് ഉള്ളവരാണ്. അപ്പം എപ്പോഴും ഒരുപാട് കഴിവുള്ള ആക്ടേഴ്സ് തന്നെ അവർക്ക് അവരുടെ കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ വേരിയേഷൻസ് ഉള്ള പരിപാടികൾ ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോഴാണല്ലോ അങ്ങനത്തെ സ്കോപ്പ് ഉണ്ടാകുന്നത്. മറ്റേ കുറച്ചൊക്കെ വൺ ഡയമെൻഷനൽ ആവാറുണ്ട് ചില പരിപാടികളിൽ. അപ്പോൾ ഇതിനകത്ത് അങ്ങനത്തെ കുറച്ച് വേരിയേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജസിലേക്ക് സൂപ്പർ സ്റ്റാർസിനെ നോക്കുമ്പോൾ ഇപ്പോൾ കമൽഹാസൻ ഇപ്പോൾ കൂലിയിൽ നാഗാർജുന നെഗറ്റീവ് ഷെയ്ഡാണെന്ന് പറയുന്നു. അതല്ലാതെ അവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആരും ഈ നെഗറ്റീവ് ഷെയ്ഡ് ഇട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലെയറോ നെഗറ്റീവ് ഷെയ്ഡ് പോട്ടെ, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അവിടെയാണ് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും സുരേഷ് ഏട്ടനായാലും ഒക്കെയും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഒരു കൊതിയ വരലുണ്ട്. സുരേഷ് ഏട്ടൻ ഇപ്പോൾ ഐ പോലൊരു സിനിമയിൽ പോയിട്ട് അങ്ങനെ ഒരു വലിയ വേഷമൊന്നും ചെയ്യില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അവരിൽ കൊണ്ട് ശരിക്കും സമ്പന്നമല്ലേ, നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് അവരിലേക്ക് എത്താത്ത തന്നെയല്ലേ കുഴപ്പം? തന്നെയാണ് അത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഈ പറയുന്ന പോലെ മറ്റ് പല ഭാഷയിലുള്ള പല നടന്മാരും കുറേയൊക്കെ വൺ ഡയമെൻഷനിലി ആണ് അവർ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ആ സ്റ്റാർഡത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുമുള്ള ത്വരയിലാണ് അവർ പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മുടെ വലിയ സ്റ്റാർഡമുള്ള നടന്മാർ അവർ വളരെ ഡയമെൻഷൻസൊക്കെ പിന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള നടന്മാരും കൂടെയാണ്. അതിനപ്പുറത്തോട്ട് അവർക്ക് ആ സ്റ്റാർഡത്തിൻ്റെ മേൽ കിട്ടുന്നുള്ള പ്രിവിലേജിനൊക്കെ അപ്പുറത്ത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ സ്വയം പുതുക്കാനും പുതിയ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ത്വര അവർക്ക് ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടെ അങ്ങനത്തെ സൈഡ് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള സ്പേസ് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ മറ്റ് പല സ്ഥലങ്ങളിലുള്ള നടന്മാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു എക്സ്ട്രീംലി വി ആർ ലക്കി എന്ന് തോന്നുന്നു. അത് കാരണം അങ്ങനെ ഒരു ത്വര അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു സ്പേസ് അവർ തരുന്നത്. വെറുതെ സ്റ്റാർഡത്തിൻ്റെ ആഘോഷങ്ങളുടെയും പുറകെ മാത്രം പോകാതെ ഇതുപോലെ ഒരു സൈഡും കൂടെ അവർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ബ്രഹ്മയുഗത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു ശ്രീ മമ്മൂട്ടിയുടെ.
അപ്പോൾ ആ ചിരി പിന്നീട് എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോയി നോക്കുമ്പോൾ അറിയാം ഒരു എൻറ്റിറ്റി ഉള്ളിലിരുന്ന ആ ഇൻഫ്ലുവൻസ് കൊണ്ടുള്ള ഒരു ചിരി. അതിന് വേറെ തന്നെ കുറെ മാനങ്ങളുണ്ടല്ലോ. ഇപ്പൊ കളങ്കാവലിലും അങ്ങനെ ഒരു ചിരി തേർഡ് ലുക്ക് പോസ്റ്റർ ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു ഡെവിലിഷ് നേച്ചർ നമുക്ക് കാണാനുണ്ട്, നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന അതാണ്. എന്താണ് ഉദ്ദേശിക്കുന്ന സിനിമ മൊത്തമായി വന്നാലേ മനസ്സിലാവുള്ളൂ. എന്നാൽ ആ ചിരിക്ക് കൊടുക്കുന്ന ഒരു ഫീഡ് ഉണ്ടായിരിക്കുമല്ലോ, ആ ചിരിക്കാൻ വേണ്ടി ഒരു ഡയറക്ടർ ഒരു നടനോട് പറയുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. ശരിക്കും പ്രതീക്ഷിച്ച ചിരി തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതെ, നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഇതാണ് ചെയ്തത്. പക്ഷെ എക്സാക്ട്ലി നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കത്തില്ല, അതിൻ്റെ വേറൊരു വേർഷൻ ആയിരിക്കും. പക്ഷെ വി ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. നമ്മൾ അതിനകത്ത് ഓക്കെ ആയിരുന്നു. കാരണം അദ്ദേഹം തരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു വേറൊരു ലെയർ ആയിരിക്കുമല്ലോ തരുന്നത്. അപ്പം എപ്പോഴും കഥാപാത്രത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തായിട്ടായിരിക്കുമല്ലോ എന്തായാലും മുഖത്തൊരു സാധനം വരുന്നത്. അത് അങ്ങനെ തന്നെയാണ്. വിനായകൻ എന്നുള്ള നടനെ എടുത്ത് നോക്കുകയാണെങ്കിൽ മമ്മൂക്കയിൽ നിന്ന് വേറൊരു പോളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അദ്ദേഹം സിനിമകൾ അധികം കാണുന്നില്ല. അദ്ദേഹം വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കാണുന്നുള്ളൂ. ചിലപ്പോൾ അഭിനയിച്ച സിനിമകൾ പോലും അദ്ദേഹം കാണുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ഫിലിമുകൾ തൊട്ടിട്ട് സീരീസുകൾ വരെ സക്സഷൻ പോലുള്ള സീരീസൊക്കെ അദ്ദേഹം ഫിലിമിലാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ നമ്മുടെ അടുത്ത് ക്രൗണൊക്കെ അദ്ദേഹത്തിന്റെ സജഷനിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്ക് നമ്മളിപ്പം പിന്നെ OTT-ലൊക്കെ ഇറങ്ങിയിട്ടോ അല്ലാതെയൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്ന ചെറിയ ചെറിയ സിനിമകൾ പോലും അദ്ദേഹം കാണാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ കോൺവെർസേഷനിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിനായകൻ ഇപ്പുറത്ത് നിൽക്കുന്നു, മമ്മൂക്ക അപ്പുറത്ത് നിൽക്കുന്നു. ഈ രണ്ടുപേരും ആക്ടേഴ്സ് എന്നുള്ള രണ്ട് തരത്തിലാണ്. ഇവർ തമ്മിലുള്ള ബ്രീഫിംഗ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അപ്രോച്ച് സംവിധായകൻ എന്നുള്ള രീതിയിൽ എത്രമാത്രം വ്യത്യാസപ്പെടും? ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. രണ്ടുപേരുടെയും രീതികളും അവർ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ. പക്ഷേ ഇതിനകത്തൊരു കോമൺ ഫാക്ടർ പോലെ എനിക്ക് തോന്നിയത് വിനായകൻ ചേട്ടനും ഇതുപോലെ തന്നെ പിന്നെ അദ്ദേഹവും ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുറേ ഓഫേഴ്സൊക്കെ വന്ന് അങ്ങനെയൊക്കെ പല ഭാഷയിൽ നിന്നൊക്കെ ഓഫേഴ്സൊക്കെ വരുന്ന ഒരു നമുക്കറിയാലോ, ജയിലർ വലിയ സക്സസ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ അദ്ദേഹം നമുക്കൊരു കിട്ടിയ ഒരു ഭാഗ്യം, അദ്ദേഹം ഇത് ചൂസ് ചെയ്ത് ഈ കഥയും കഥാപാത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്യാൻ സമ്മതിച്ച് വന്നു. അദ്ദേഹം നമുക്കിവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്താൽ ഒരു പുതിയൊരു ഡയമെൻഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു കൈൻഡ് ഓഫ് എക്സ്പെക്ടേഷൻ. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അദ്ദേഹവും കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിൽ ഞാൻ പോലും കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ ഒരു സാധനം കൂടെ പിടിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനത്തെ രീതിയിൽ അദ്ദേഹം ഡീറ്റെയിലിങ്ങിൽ ശ്രദ്ധിച്ചിട്ടാണ് വന്ന് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ സംസാരത്തിലെല്ലാം ഇത് പറയുമായിരുന്നു, ഇങ്ങനെ സംഗതികളുണ്ട്. അത് ക്യാരക്ടർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ചില സംഗതികളാണ്. അപ്പോൾ അതുപോലെ മനസ്സിലാക്കിയിട്ട് വന്നിട്ട് ആ പർട്ടിക്കുലർ സീൻ എന്താണ്, ആ സീനിൽ പറയുന്ന എന്താ പറയുന്നത് നമ്മുടെ മൈന്യൂട്ട് ഡയലോഗ്സിൽ പോലും അദ്ദേഹം കൃത്യമായിട്ട് നമ്മളൊരു കോൺവെർസേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഷൂട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതൊരു രസമുള്ള ഒരു പ്രക്രിയയായിരുന്നു. അത്രയും വേറൊരു രീതിയിൽ അദ്ദേഹം നല്ലതായിട്ട് ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ഒരു പടത്തിൻ്റെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അത്ര ഇൻവോൾവ് ആയിട്ടാണ് ഇത് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലും ഈ പറയുന്ന അദ്ദേഹം സിനിമ കാണുന്ന കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും നമുക്കങ്ങനെ ബേസിക്കലി അറിയില്ല. ബട്ട് ഈ പടത്തിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഒരു രസമുള്ള രീതിയിലായിരുന്നു. അദ്ദേഹം എല്ലാ സീനിലും വന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് എൻ്റെ പെർഫോമൻസ് പരിപാടിയോട്ട് പോയിരുന്നത്. ഈ ലുക്സിലും ആ കഥാപാത്രം കൊണ്ട് നടക്കുന്ന ശീലങ്ങളെ പറ്റിയിട്ടും കൂടി അദ്ദേഹം അവെയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് തെക്ക് വടക്ക് എന്നുള്ള ഒരു സിനിമ, അപ്പോൾ അതിലെ ക്യാരക്ടറിൻ്റെ പേര് ചോദിക്കുമ്പോൾ സ്ഥിരമായി ഹിന്ദു പത്രം വായിക്കുന്ന, ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിക്കുന്ന, ഇൻസൈഡ് ചെയ്യുന്ന, തേച്ച ഷർട്ട് ഇടുന്ന, സിസഫ് ഫിൽറ്റർ സിഗരറ്റ്സ് വലിക്കുന്ന, ഒരു ഷേവ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് പറയും. ഇത്രയും ഡീറ്റെയിൽസാ ചോദ്യം ചോദിക്കുമ്പോഴേക്കൂടി നമ്മുടെ അടുത്തേക്ക് പറയുന്നത്. ഈ ലുക്സിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിലൊക്കെ അദ്ദേഹം എത്രമാത്രം പെർട്ടിക്കുലറാണ്? ഇത് ഈ പറയുന്ന സാധനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ സിനിമയിലും വന്നിട്ടുണ്ട്. മീൻസ് അത് കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു നടപ്പ് രീതി അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം അത്രയും ആത്മാർത്ഥതയോടെ സിനിമയെ സമീപിക്കുമ്പോഴാണല്ലോ നമ്മൾ ഇത്രയും മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നത്. അതിന്റെ ഇപ്പം ഈ പറയുന്ന പോലത്തെ പരിപാടികൾ നമ്മുടെ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് സിനിമ വരുമ്പോഴാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്കും നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്നു. മൈന്യൂട്ട് ഈ പറയുന്ന കോസ്റ്റ്യൂമിലാണെങ്കിലും ലുക്ക് വൈസിലും ബാക്കിയുള്ള കാര്യങ്ങളിലും അത് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മിത്തുകളുണ്ടല്ലോ, നമ്മുടെ ഐതിഹ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുള്ള നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് മിത്തോളജിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ മിത്തോളജിക്കലായിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് ഈസിലി നമുക്ക്
സിനിമയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം മാരീജനെ വളരെ രസമായിട്ട് മാരീസ് എന്നുള്ള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാധികാപ്തയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, പേര് ഞാൻ മറന്നു, അഹല്യ. അത് വളരെ രസമായിട്ടാ ഒരു മിത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളെയും നമുക്ക് സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയും അങ്ങനെ ഇപ്പോൾ ഒരു ദാരികവധം പോലത്തെ ഒരു സംഭവത്തെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടോ? അത് പടത്തിന്റെ ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നത്. അതായത് പിന്നെ കളങ്കാവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ ദേവിയുടെ ദേവീക്ഷേത്രങ്ങളിൽ കാളിയൂട്ടും അതിനകത്ത് ദാരികനും ഭദ്രകാളിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിച്വലാണ്. അത് നമുക്കിപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്തത്. നമുക്കറിയാം ഇപ്പം ഇങ്ങനത്തെ ടൈറ്റിൽസും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സിനിമകളുടെ ഉദാഹരണങ്ങളും വെച്ചിട്ട് ചിലപ്പം ഡയറക്ട്ലി ആ മിത്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ മിത്തുമായിട്ട് ഒരു ബന്ധമില്ലാതെ അതിൻ്റെ സിമിലി എടുത്തതാവാം, ചിലപ്പോൾ ആ കൾച്ചറൽ ബാക്ക് ഡ്രോപ്പ് ആവാം. അങ്ങനെ പല പല കാരണങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. നമ്മൾ എന്തുകൊണ്ട് ആ ടൈറ്റിൽ ചൂസ് ചെയ്തു എന്നുള്ളതിന്, അതിപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ എക്സാക്ട് ആൻസർ സിനിമയെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഈ ഫീമെയിൽ പെർഫോമേഴ്സിനെ പറ്റിയിട്ടൊന്നും അധികം പറഞ്ഞിട്ടില്ല, റിവീൽ ചെയ്തിട്ടില്ല. ഇല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രകാരം മമ്മൂക്കയുമായിട്ട് ഇതുവരെ പെയറപ്പ് ആവാത്ത കുറേ ആളുകൾ അവരെ റോപ്പൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത ഈ പറഞ്ഞ പോലെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന മൾട്ടി ലെയർഡ് ആയിട്ടുള്ള അധികം എഴുതപ്പെടാത്ത കൈൻഡ് ഓഫ് വുമൺ ക്യാരക്ടേഴ്സ് ഉള്ള കാരണം കൊണ്ടാണോ? അതെ. അങ്ങനത്തെ കുറച്ച് കഥാപാത്രങ്ങൾ ഇതിനകത്ത് വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിങ് നമ്മൾ പതുക്കെ റിവീൽ ചെയ്യത്തുള്ളൂ, എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട്, വേറെ പല ഡയമെൻഷൻസിലുള്ള ഉണ്ട്. അത് പതുക്കെ പുറത്തു വരുന്നതാണ് അതിൻ്റെ ഡീറ്റെയിലിങ്. ഇപ്പോൾ ഇതിൽ കുറച്ച് റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസ് ഇൻസ്പയർഡ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കളങ്കാവൽ പോലുള്ള അതെ ആണ്. അതിൻ്റെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് സിനിമാറ്റിക് ലിബേർട്ടി എഴുതി ചേർത്തതും കുറേ ഉണ്ടോ? ഉണ്ട് ഒബ്വിയസ്ലി ഉണ്ട്. ഇപ്പം ഇങ്ങനെ പിന്നെ എൻ്റെ കോറൈറ്റർ ജിഷ്ണുവാണ് ഇങ്ങനെ ഒരു ഐഡിയ പറയുന്നതും ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അന്നേരം എനിക്ക് അതിനകത്ത് സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയ സബ്ജക്റ്റ് അല്ല ഇത്. അപ്പം അത് അങ്ങനെ നമ്മൾ പറയുന്ന സംഭവം സൈനറ്റ് മോഹൻ്റെ സംഭവമാണ്. അല്ല, ഒന്നിൽ കൂടുതൽ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം പിന്നെ പർട്ടിക്കുലർ ഇൻസിഡന്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഒരു ഇൻസിഡന്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിനകത്ത് എനിക്ക് പേഴ്സണലി ഭയങ്കര സിനിമാറ്റിക്കലി ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടിരുന്നില്ല. അല്ല, അതിനകത്ത് ഒരു സിനിമയുണ്ട്, നമുക്കങ്ങനെ നമുക്ക് എപ്പോഴും ഒരു കിക്ക് കിട്ടുമ്പോഴാണല്ലോ അതിനകത്തോട്ട് ഇറങ്ങി നമ്മൾ ഒരുപാട് റിയൽ ഇൻസിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോൾ പറയുമ്പോൾ പലരും അത് നല്ല സിനിമ, ഇതിനകത്ത് സിനിമയാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ആസ് എ ഫിലിം മേക്കർ നമുക്കത് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടാവണമല്ലോ. ബേസിക്കലി അതാണല്ലോ ആദ്യം വേണ്ടത്. എന്നിട്ട് പിന്നെ ആ ഒരു യാത്രയാണല്ലോ ഇത്. അപ്പം എനിക്കൊന്ന് വേറൊരു ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആണ് വേറൊരു സജഷൻ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ആ സജഷൻ കിട്ടിയപ്പോൾ അതും വർക്കബിൾ അല്ലായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ ഒരു ട്രാവലിലാണ് ആ സജഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പോസിബിലിറ്റീസ് സിനിമാറ്റിക്കലി ഉണ്ടെന്നൊരു തോന്നൽ വരുന്ന മൊമെന്റിലാണ് ഇത് സിനിമയായിട്ട് ചെയ്യാൻ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടാം. അതായത് വേറൊന്നുമല്ല, ഒരു നടന്നൊരു സംഭവം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മിത്ത് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് ഒരു പുതിയൊരു ആംഗിളോ പുതിയൊരു നെറേറ്റീവ് സാധനമോ എന്തെങ്കിലും ഒരു ഫിക്ഷണൽ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആംഗിളിലൂടെ അത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്കൊരു തോന്നൽ വരുമ്പോഴാണ് അത് സിനിമയാകാനുള്ളൊരു ത്വര ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ ബേസിക് സംഗതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇപ്പോൾ ചില പോലീസ് ക്യാരക്ടേഴ്സിനൊക്കെ ചില ട്രേറ്റ്സ് ഉണ്ടാവുമല്ലോ, ക്യാരക്ടർ ട്രേറ്റ്സ്. ഉദാഹരണത്തിന് ഇപ്പോൾ വേട്ടയാട് വിളയാടിൽ ഈ രാഘവൻ ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. എവിടെയെങ്കിലും ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ ഷെർലക് ഹോംസിന് അസാമാന്യമായിട്ടുള്ള ഒബ്സർവേഷൻ സ്കിൽസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻ പെർട്ടിക്കുലർ ഒരു സ്കില്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വിനായകൻ്റെ ക്യാരക്ടർ ഉണ്ടോ? വിനായകൻ ചേട്ടൻ്റെ ക്യാരക്ടർ അത് ബേസിക്കലി പോലീസാണോ അല്ലയോ എന്നൊന്നും നമ്മൾ ഇത് ചെയ്തിട്ടില്ല. ഒരു ക്യാരക്ടറാണത്. ആ ക്യാരക്ടറിന് ചില ട്രൈറ്റ്സും ചില സവിശേഷതകളും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെന്താണെന്നുള്ളത് സിനിമ സംസാരിക്കുന്നത് ഉണ്ട്. ചില പ്രത്യേകതകളുള്ള ഒരു ക്യാരക്ടറാണ് അതിന് ഒരു പരിധി വരെ പിന്നെ നമുക്ക് പരിചയമുള്ള റിയൽ ലൈഫ് ചില നമ്മളിപ്പം കുറെ ഇൻസിഡൻസിൽ നിന്നാണ് ഇൻസ്പയർഡ് എന്ന് പറഞ്ഞു, ഇതൊന്നും ബന്ധമില്ലാത്ത വേറെ ചില കഥാപാത്രങ്ങളുണ്ടായിരിക്കുമല്ലോ നമുക്ക് നേരിട്ട് പരിചയം. പലരും അങ്ങനെയുള്ള ചില ട്രൈറ്റ്സ് അങ്ങനെ എടുത്തിട്ടുമുണ്ട് ചില കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ. അതിപ്പോൾ പബ്ലിക് എല്ലാവർക്കും അറിയാവുന്നതല്ല, നമുക്ക് പേഴ്സണലിയും മറ്റും അറിയാവുന്ന പ്രാദേശികമായിട്ടുള്ള
പരിചയത്തിലോ സംസാരങ്ങളിലോ ഒക്കെ വരുന്ന ചില കഥാപാത്രങ്ങൾ കാണുമല്ലോ. അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വയലൻസിന് എത്രമാത്രം ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട് സിനിമയുടെ അകത്ത്? അത് ക്രൈം ഡ്രാമയും കൂടെ ക്രൈം ഡ്രാമയാണ്. പിന്നെ ഇതിനകത്ത് വയലൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറയാനായിട്ട് ഒരു അല്ല, അത് ഞാൻ അതിൻ്റെ ഒരു എക്സ്ട്രീമിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കും? അതങ്ങനെ ഇപ്പം നമുക്കിപ്പം വന്നിട്ടുള്ള അടുത്തുള്ള സിനിമകൾ പോലെ അങ്ങനത്തെ ഭയങ്കരമായിട്ട് വയലൻസ് പരിപാടികളുള്ള അങ്ങനെയല്ല. പക്ഷേ ഇതിപ്പോൾ ക്രൈം ഡ്രാമയാണ്. ക്രൈം ഡ്രാമ ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില സംഗതികളുണ്ടല്ലോ. അങ്ങനെയുള്ള ചില സംഗതികൾ വരാം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു റൈറ്റർ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന ഏരിയ എന്താണ്? ഇപ്പോൾ ഒരു ക്രൈമിന് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നൊരു ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം, ഇതിന് ഈ രണ്ട് പോയിന്റുകളാണല്ലോ സാധാരണ ഏറ്റവും അധികം ഈ ഉദ്യോഗം ജനിപ്പിക്കുന്ന മൊമെന്റുകൾ. ഇതിൽ ഏതാ ഏറ്റവും എക്സൈറ്റിംഗ്? എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രൈമിന്റെ ഒരു എക്സിക്യൂഷൻ നടന്നു കഴിയുമ്പോഴത്തേനും അത് സേഫ് ആയിട്ടിരിക്കാനുള്ള പിന്നെ കവറപ്പുകളോ അതിൽ നിന്നുള്ള എസ്കേപ്പ് ആവാനുള്ള യാത്രകളോ ഇങ്ങനെയൊക്കെ ഒരു പോർഷൻ ഉണ്ട്. ഇനി ക്രൈം അറിഞ്ഞ് അതിലോട്ട് ഒരു അന്വേഷണം പരിപാടികളും നടക്കാം. ഇതിന് വിക്ടിംസ് ആയവരുണ്ടാവാം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ആ ഒരു ടോട്ടൽ ഇൻസിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് തുടങ്ങുന്നു, എവിടുന്ന് നമുക്കത് തുടങ്ങാം, അത് നമുക്ക് എങ്ങനെ പുറകോട്ട് പോകണമെങ്കിൽ പുറകോട്ട് പോകണം, ഫ്രണ്ടിൽ പോകണം, ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ലീനിയർ ആർക്കിനകത്ത് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോഴാണല്ലോ കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക്കലി അത് എക്സൈറ്റിംഗ് ആകുന്ന രീതിയിലാണ് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോമിലോട്ട് ലാൻഡ് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അത് പിന്നെ റീഡിസൈൻ ചെയ്യുക, അങ്ങനെ ഒരു രസമുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇത്രയും സിനിമകൾ കണ്ട് തഴമ്പിച്ച ഒരു പ്രേക്ഷകരുടെ മുമ്പിലോട്ടാണ് നമ്മളൊരു സിനിമയായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടേതായ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് അതിൽ എന്തായാലും നടത്തിയേ പറ്റുള്ളൂ, ഈ ഒരു ജോണറിൽ പ്രത്യേകിച്ച്. അപ്പം ഈ രണ്ട് സാധനങ്ങളെക്കാൾ ഉപരി ഇതിനാണ് എനിക്കൊരു ഒരു നരേറ്റീവ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിലും പിന്നെ ഈ പറയുന്ന ക്യാരക്ടറൈസേഷനും അതിൻ്റേതായ ട്രേഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഒബ്വിയസ്ലി അതിൻ്റെ ബേസ് ഇത് തന്നെയാണ്, ഈ പറയുന്ന രണ്ട് സംഗതികൾ തന്നെയാണ് ബേസ്. പക്ഷേ അതിനപ്പുറത്തോട്ട് ഈ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഹൈ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സസ്പെൻസ് ക്രൈം ഡ്രാമകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സിനിമയായിട്ട് ചെല്ലുന്നത് ഒരു ലോകത്തിലുള്ള പ്രേക്ഷകരുടെ അടുത്താണ്. കാരണം ലോക സിനിമ കാണുന്ന പ്രേക്ഷകരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സാധാരണ സിനിമ പ്രേക്ഷകർ പോലും ഇപ്പോൾ കൊറിയയിലുള്ള ഫോർഗോട്ടൻ കണ്ടിട്ടുണ്ടായിരിക്കും, മോറിയ പോളയുടെ ഇന്നസെൻ്റ് എന്നുള്ള സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും സിനിമാശീലങ്ങളുള്ളൊരു ക്രൗഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ സിനിമയായിട്ട് ചെല്ലുന്നത്. അവരെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ആക്കണം, ആ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ നമ്മൾ ബേസിക്കലി നമ്മൾ ഫിലിം മേക്കേഴ്സ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളും അത്യാവശ്യം പുതിയ കാലത്തെ പുതിയ തരം സിനിമകളും ലോകത്തെമ്പാടുമുള്ള സിനിമകളിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ വരുമ്പോൾ അത് നമ്മൾ തേടി പിടിച്ച് കാണാനുള്ള ശ്രമം നടത്താറുണ്ട്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സിനിമാറ്റിക് ലിറ്ററസി ഉണ്ടായിരിക്കും, രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ. അപ്പോൾ നമുക്ക് മറ്റു കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം കോൺഷ്യസ് ആയതുകൊണ്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എപ്പോഴും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഒരു സിനിഫൈലും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ നമ്മളിപ്പോഴേ. അപ്പോൾ അതിനെ തൃപ്തിപ്പെടുത്തുന്ന, അതിൻ്റെ സെൻസിബിലിറ്റീസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമാറ്റിക് വേഷം ചെയ്യാനാണ് പ്രൈമറി ആയിട്ട് ശ്രമിക്കുന്നത്. അത് അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന സിനിമ ആരാണോ കാണാൻ പോകുന്നത് അവരുടെ ഒരു ആംഗിളും കൂടെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ കൂടുതലും കോൺഷ്യസ് ആവുന്നത് സ്വയം ബോധ്യപ്പെടുക എന്നുള്ള കാര്യത്തിലാണെന്ന് തോന്നുന്നു. ഈ ഇപ്പോൾ മമ്മൂട്ടി നായകനാണോ വില്ലനാണോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാവുന്ന ഒരു ക്രൈം ഡ്രാമ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിശേഷിപ്പിക്കാം. അതാണ് കുറച്ചൊരു സൗകര്യം അല്ലേ? അതെ, ഒരു മമ്മൂട്ടി ഒരു കേന്ദ്ര കഥാപാത്രമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ വിനായകൻ ചേട്ടനും ചെയ്യുന്നുണ്ട്. നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് ആ ഒരു സ്പെക്ട്രത്തിനിടെ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളാണ്. ഈ ഒറിജിനൽ ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പം ഈ കൾപ്പറേറ്റിൻ്റെ ബുദ്ധിയെ പോലെ തന്നെ പലപ്പോഴും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരാളുടെ ബുദ്ധിയും കൂടി നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനത്തെ റിയൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സീരീസ് ഓഫ് മർഡേഴ്സ് ഉണ്ടായ ഒരു വീട്ടിൽ ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ആ പൂച്ചയുടെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്ത പോയിസൺ വെച്ചിട്ട് കണ്ടുപിടിച്ചൊരു റിയൽ ഇൻസിഡൻറ്റ്, രസകരമായിട്ടുള്ള പോലീസ് സ്റ്റോറിയാണ്, റിയൽ സ്റ്റോറി. അതുപോലെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് റൈറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒബ്വിയസ്ലി ഉണ്ട്. നമ്മൾ ഇതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ പിന്നെ കുറുപ്പിൻ്റെ സമയത്താണെങ്കിലും അതിൻ്റെ ആ എൻക്വയറി പരിപാടിക്കകത്ത് നമ്മുടെ ഹരിദാസ് സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഫൈൻഡിങ്സിലോട്ട് എത്തിച്ച കുറേ എലമെന്റ്സ്, ചിക്കൻ കറിയൊക്കെ പോലെയുള്ളത്. ചിക്കൻ കറി, അതുപോലെ പിന്നെ എന്താ പറയുന്നത്, ഇപ്പം ശ്വാസകോശത്തിന് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശ്വാസകോശത്തിനകത്ത്
ഈ പറയുന്ന പുകയുടെ അംശം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുന്നേ കൊന്ന ഒരാളെ അവിടെ കൊണ്ടുപോയിട്ട് കത്തിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ലോജിക്കലി നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ ഇൻവെസ്റ്റിഗേഷനിനകത്ത് സംഭവിക്കാറുണ്ട്. അത് പലപ്പോഴും ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും കാലത്ത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിലൊന്നും നടന്നിട്ടില്ലാത്ത പുതിയ സംഭവങ്ങൾ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിൽ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സിനിമാറ്റിക് വേഷൻ ആയിരിക്കുമല്ലോ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പൃഥ്വിരാജ് ചെയ്യാനിരുന്ന വേഷമായിരുന്നു ഇപ്പോൾ വിനായകൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു, അതായത് ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് പിന്നെ നമ്മൾ മീൻസ് ആദ്യം പ്രതിമ ഇതിപ്പം ഒബിയസ്ലി 2 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. അപ്പം ഇതിനകത്ത് മമ്മൂക്ക വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹവും അങ്ങനെ ഒരു താല്പര്യവും അങ്ങനെ ഒരു പ്ലാന് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് പിച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഈ വിവേകേട്ടൻ, സാരേജ് ചേട്ടൻ ഇവരൊക്കെ വഴിയാണ് ഞാൻ ഇത് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ അവരാദ്യം പൃഥ്വിയിലോട്ട് പോയി എന്നേ ഉള്ളൂ. മീൻസ് അത് അവൈലബിൾ ആയിട്ടുള്ള ഒരു എളുപ്പം എക്സസ് അന്ന് ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിനും അതേ തോന്നൽ ഉണ്ടായി മമ്മൂക്കയിലോട്ട്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിനും അതങ്ങനെ ഇഷ്ടപ്പെട്ടു. അത് കഴിയുമ്പോൾ ഒബ്വിയസ്ലി അത് മമ്മൂക്ക പ്രോജക്റ്റായിട്ട് മാറുമല്ലോ, അങ്ങനെയാണല്ലോ, മമ്മൂക്ക ആണല്ലോ നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ ഒരു എപ്പോഴാണോ അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് ലോജിസ്റ്റിക് പരിപാടിയിൽ അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കിയതാണ്. കാരണം അപ്പം പൃഥ്വി അന്ന് എമ്പുരാൻ അങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നതും ഭാഗ്യത്തിന് അദ്ദേഹം അത് ഇത് ചെയ്യുകയും ചെയ്തു. ഈ ദുൽഖർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഏറ്റവും നല്ല സമയം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹീസ് ഹാവിങ് എ ഫൺ ടൈം എന്ന്. അതായത് കഥാപാത്രങ്ങളുടെ നന്മതിന്മകളോ അല്ലെങ്കിൽ ജെൻഡർ ബയാസോ ഒന്നും നോക്കാതെ അദ്ദേഹം ആഘോഷമാക്കുക അദ്ദേഹത്തിനുള്ള നടനെ എന്നുള്ളത്. ആ ഒരു ഫേസിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അതെ, അത് അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ സ്ഥിരം ടെംപ്ലേറ്റ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ പുതിയ സംഗതികൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അത് കൃത്യമായിട്ട് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ട്, ഒരു കൃത്യമായൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നതിലെന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ ചെയ്യുന്ന അത്രയും സ്റ്റാർഡമുള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗ്യമാണ് നമുക്ക് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വേറൊരു ഡയമെൻഷനിൽ ചെയ്ത് അതുപോലെ പെർഫോം ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിക്കാനും കഴിവുള്ളവർ കൂടെയാണ് അവർ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സിനിമയുടെ കാര്യമല്ല, ഞാൻ ജനറലി പറഞ്ഞത്. ഈ മമ്മൂക്കയും ക്രിയേറ്റേഴ്സും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ തമ്മിലൊരു ഇൻട്രാക്ഷൻ പലപ്പോഴും പല രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലോഹിദാസിനെ പോലെ ഒരാളെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കുക, അല്ലെങ്കിൽ ബ്ലസ്സിയെ കൊണ്ട് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കാഴ്ച എഴുതിപ്പിക്കുക. ഇപ്പോൾ പത്മരാജനും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന ഒരു ഫൈറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് ബ്രാം സ്റ്റോക്കർ ഇല്ലെങ്കിൽ ഡ്രാക്കുള ഇല്ല, അപ്പോൾ അതിന് മറുപടിയായിട്ട് പത്മരാജൻ ഒരു വരി എഴുതുന്നു, അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ അവർ തമ്മിൽ നടക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജിതിനും മമ്മൂക്കയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഏത് വിധത്തിലായിരുന്നു? ഞാനും അദ്ദേഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ പിന്നെ പുതിയ ഒരാളാണ്, ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുതിയ ഒരാളാണ്. അപ്പം നമുക്ക് ഒരുപാട് വിജയകഥകൾ നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്, ഇതൊക്കെയാണ്. അതായത് ഒരുപാട് പുതിയ ഡയറക്ടേഴ്സ്. പക്ഷേ നമുക്ക് വേറൊരു റിയാലിറ്റി ഉണ്ട്. ഇപ്പം എത്ര പുതിയ ഡയറക്ടേഴ്സ് വന്നെങ്കിലും ഞാൻ ഒരു ഊഹം പറയുന്നതാണ്, അപ്പം അതിനേക്കാളും എത്രയോ മടങ്ങ് പുതിയ ഡയറക്ടേഴ്സ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അതും ഒരു റിയാലിറ്റി ആയിട്ട് ആണല്ലോ. അപ്പം ഞാനിപ്പം ചെയ്ത ഒരു സാധനവും അവൈലബിൾ അല്ല, ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാളെ അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ പറയുന്ന ഒരു സ്ക്രീൻ പ്ലേ മാത്രമല്ല, അതിന് ഒരു ഓഡിയോ വിഷ്വൽ പരിപാടി നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് പറയുന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഫസ്റ്റ് ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കടമ്പയാണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം അത് കേട്ട് പിന്നെ അത് ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ മേലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നിടത്താണല്ലോ അദ്ദേഹം സിനിമ ചെയ്യാൻ സമ്മതിക്കുകയും വരികയും ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സിങ്ങിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്ക്രീൻ പ്ലേയിൽ അദ്ദേഹത്തിന് തോന്നുന്ന ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം പിന്നെ അതിന് നമ്മുടെ ഭാഗത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികൾ ഉണ്ടെങ്കിൽ പിന്നെ അത് വളരെ നല്ലൊരു അനുഭവമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മറുപടികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക്. അങ്ങനെ
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ത്രൂ ഔട്ട് ഉണ്ടാകും. അത് ഫിലിം മേക്കിങ്ങിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഒരു നല്ല അനുഭവമായിരുന്നു. ടോട്ടലി അതൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻ ആവുന്ന രീതിയിലോ അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയില്ല. കാരണം ഈ സിനിമയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ അങ്ങ് പോയതാണ്. നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ആ ചോദ്യങ്ങളുണ്ടാവോ മമ്മൂക്കയിൽ നിന്ന്? അങ്ങനെ അങ്ങനത്തെ ഒരു ചോദ്യത്തിലോട്ടൊന്നും നമ്മൾ അത്യാവശ്യം ഡീറ്റെയിലിംഗ് സ്ക്രീനിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മളും ആദ്യമേ പോയിട്ട് നമ്മുടെ ഷോർട്ട് ഡിവിഷനും പരിപാടികളും ഇപ്പോൾ ഒരു സീൻ തന്നെ നമുക്ക് പല രീതിയിലെടുക്കാമല്ലോ, പല ഡയറക്ടേഴ്സ് കൊടുക്കുന്ന പല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ അതിനകത്ത് പിന്നെ മ്യൂസിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ എഡിറ്റിംഗ് പാറ്റേണിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാറുണ്ട് ആദ്യമേ. അപ്പോൾ അതിനകത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ സജഷനും അദ്ദേഹം എങ്ങനെയാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹവും പറയാറുണ്ട്. കാരണം ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് ചില അഡീഷണൽ പ്രോപ്പർട്ടീസൊക്കെ ആവശ്യമായിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കൃത്യമായ ചർച്ചകൾ നടക്കാറുണ്ട്. അത് വളരെ ക്രിയേറ്റീവായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. സിനിമയുടെ ജോലികൾ ഇപ്പോൾ ഏതുവരെ അവസാനിച്ചിട്ടുണ്ട്? സിനിമ ഓൾമോസ്റ്റ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീരാറായ ഒരു അവസ്ഥയിലാണ്. ഇനി കുറച്ചൊക്കെ പരിപാടികൾ ബാലൻസ് ഉള്ളൂ. എപ്പോഴായിരിക്കും ഉദ്ദേശം റിലീസ്? കൃത്യമായൊരു ഡേറ്റ് തീരുമാനമായിട്ടില്ല, പക്ഷെ അധികം താമസിക്കത്തില്ല. ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഒരു ഔട്ട് കണ്ട രീതിയിൽ എത്രമാത്രം തൃപ്തനാണ്? ഞാൻ ഹാപ്പിയാണ് അതിൽ. പിന്നെ കാണുന്ന ആൾക്കാരാണ് അതിനെ ബാക്കി ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും പോർഷൻസ് കണ്ടിരുന്നോ അദ്ദേഹത്തിൻ്റെ? അദ്ദേഹം ഞാൻ അറിഞ്ഞിടത്തോളം ഹാപ്പിയാണ്. എന്തായാലും ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവായിട്ടൊരു പുതിയ കാര്യം കണ്ടതിൻ്റെ ഒരു ഹൈയും സന്തോഷവും പ്രേക്ഷകരിലേക്കും കൂടി എത്തട്ടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. എല്ലാ അർത്ഥത്തിലും കളങ്കാവലിന് ആശംസകൾ. ഇനിയും സിനിമകൾ എഴുതാനും ഈ റിയൽ സംഭവങ്ങളുടെ അപ്പുറത്തേക്കുള്ള ആർക്ക് കൂടി ചിന്തിക്കാനും ഒക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.